ഡിയേഗോ ജോട്ട ഞങ്ങളെ വിട്ടുപോയിട്ടില്ല. അവൻ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഈ സ്ക്വാഡിലുമുണ്ട്. അവൻ്റെ പോരാട്ടവീര്യമാണ് ഇനി വരുന്ന മത്സരങ്ങളിൽ ഞങ്ങളെ നയിക്കുക. പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് വാർത്താ സമ്മേളനത്തിൽ വികാരാധീനനായപ്പോൾ ഫുട്ബോൾ ലോകത്തിൻ്റെ ഹൃദയം നുറുങ്ങി. വേദന കടിച്ചമർത്തിയാണ് ആ പ്രഖ്യാപനത്തെ പോർച്ചുഗീസുകാർ ഒന്നടങ്കം കേട്ടത്. അതെ, അമേരിക്കയിലേക്ക് പറക്കുന്ന പോർച്ചുഗൽ സംഘത്തിൽ അവനുണ്ട്, ഡിയേഗോ ജോട്ട. അദൃശ്യമായെങ്കിലും ആ സാന്നിധ്യം പോർച്ചുഗലിന് കരുത്താണ്. ജോട്ട ഹൃദയങ്ങളിൽ ഇന്നും മരിക്കാതെ ജ്വലിക്കുന്നു. ഓർമ്മകൾ കനൽത്തരിയായി അവശേഷിക്കുന്നു. ജോട്ടയുടെ സ്വപ്നം പോലെ ലോക കിരീടമാണ് ഇനി പറങ്കിപ്പടയുടെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ജൂലൈ 3 പുലർച്ചെയാണ് ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച വാർത്ത വന്നത്. ഡിയേഗോ ജോട്ടയും സഹോദരൻ ആന്ദ്രേ സിൽവയും സഞ്ചരിച്ച കാർ സ്പാനിഷ് പ്രവിശ്യയായ സമോറയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. ഇരുവർക്കും ദാരുണാന്ത്യമെന്ന വാർത്ത കേട്ട് ഫുട്ബോൾ ലോകം ഞെട്ടി. മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ടയർ പൊട്ടിത്തെറിച്ചുള്ള അപകടം. 29കാരൻ്റെ അപ്രതീക്ഷിത വിയോഗം ഫുട്ബോൾ ലോകത്തിൻ്റെ നെഞ്ചുലച്ചു. മൈതാനത്ത് പോരാട്ടവീര്യം ഒട്ടും ചോരാത്ത മനുഷ്യൻ്റെ വിയോഗത്തിൽ ഫുട്ബോൾ ലോകം ഒന്നാകെ കരഞ്ഞു. കരിയറിൻ്റെ ഏറ്റവും ഉന്നതമായ കാലത്ത് നിൽക്കുമ്പോഴായിരുന്നു മടക്കമെന്നത് വേദനയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ആ അപകടവും ജോട്ടയുടെ വിയോഗവും ഇന്നും വേട്ടയാടപ്പെടുന്ന രണ്ട് ടീമുകളുണ്ട്, പോർച്ചുഗലും ലിവർപൂളും. കളിമൈതാനത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിനിടെയാണ് കരിയറിന്റെ പീക്കിൽ വെച്ചുള്ള ജോട്ടയുടെ യാത്ര പറച്ചിൽ. പോർച്ചുഗൽ ടീം ക്യാമ്പ് ഇപ്പോഴും ജോട്ടയുടെ വിയോഗത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തമായിട്ടില്ല. താരത്തിന്റെ ഓർമ്മകളാൽ മുഖരിതമാണ് പോർച്ചുഗലിന്റെ മൈതാനങ്ങൾ അത്രയും. പരിശീലന സെഷനുകളിൽ ജോട്ട ധരിച്ചിരുന്ന 21 നമ്പർ ജേഴ്സി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജോട്ട കൂടെയുണ്ട് എന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നതും. അവൻ കളിക്കളത്തിൽ കാണിച്ച ആവേശം ഒന്നുമാത്രം മതി ഈ ടീമിന് മുന്നോട്ട് കുതിക്കാൻ. ഡിയേഗോ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ജീവിക്കും. ഇതിഹാസ താരം ക്രിസ്ത്യാനോ പങ്കുവെച്ച ഈ വാക്കിലുണ്ട് ആരാണ് പോർച്ചുഗലിന് ജോട്ടയെന്ന്. ആരാധകരുടെയും സഹതാരങ്ങളുടെയും ഹൃദയത്തിൽ മരണമില്ലാത്ത പോരാളിയാണ് ജോട്ട. അതുകൊണ്ട് തന്നെയാണ് പോർച്ചുഗൽ ടീമിൽ 27ാമനായി അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയത്. ടീമിൽ ജോട്ടയുടെ സാന്നിധ്യം ഒരു പ്രതീകാത്മക ഓർമ്മപ്പെടുത്തലായി മാറിയത് അദ്ദേഹത്തിന് രാജ്യം നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഉറപ്പായും ലോകകപ്പിനുള്ള ടീമിലുണ്ടാകുമായിരുന്നു ജോട്ട. പോർച്ചുഗലിന് മാത്രമല്ല, ആധുനിക കാലത്തെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ താരത്തിൻ്റെ വിയോഗം ലിവർപൂളിനെയും വേട്ടയാടി. 2020 വോൾസിൽ നിന്ന് ആൻഫീൽഡിൽ എത്തിയതിനു ശേഷം ജോട്ട ലിവർപൂൾ ആരാധകരുടെ പ്രിയങ്കരനായിരുന്നു. മുഹമ്മദ് സല, സാദിയോ മാനെ, റോബർട്ടോ ഫിർമിനോ എന്നിവരടങ്ങിയ വിഖ്യാത സഖ്യത്തിനിടയിലേക്കാണ് ജോട്ട കടന്നു വന്നത്. കഠിനാധ്വാനം കൊണ്ടും ക്ലിനിക്കൽ ഫിനിഷ് കൊണ്ടും ജോട്ട ലിവർപൂളിന്റെ അവിഭാജ്യ ഘടകമായി. അസാധ്യമായ ഹെഡിംഗ് മികവാണ് താരത്തിന്റെ ഏറ്റവും വലിയ മാന്ത്രികത. താരതമ്യേന ഉയരം കുറവാണെങ്കിലും പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഹെഡർമാരിൽ ഒരാളായിരുന്നു ജോട്ട. യോർഗെ ക്ലോപ്പിന്റെയും ആർനെ സ്ലോട്ടിന്റെയും എല്ലാം ശൈലിക്ക് അനുയോജ്യമായിരുന്നു ജോട്ട. ഗോളില്ലാതെ ടീം പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം ജോട്ട രക്ഷകനായി അവതരിച്ചിട്ടുണ്ട്. ആൻഫീൽഡിനെ ത്രസിപ്പിക്കാനും ആവേശക്കടലാക്കാനും ജോട്ടയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഇന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർക്കാതെ ലിവർപൂൾ ആരാധകർ ആൻഫീൽഡിന്റെ പടി കയറാറില്ല. ജോട്ടയുടെ ചിത്രങ്ങളുമായി ഗ്യാലറിയിലേക്ക് പലരും എത്തും. ചിലർ കരയും, കണ്ണീർ പൊടിക്കും. ക്ലബിന്റെ പ്രശസ്ത ഗാനമായ യു വിൽ നെവർ വാക്ക് എലോൺ എന്ന് പാടുമ്പോൾ പലരും ജോട്ടയെ ഓർത്ത് ഇന്നും പ്രാർത്ഥനാമുഖരിതമാകും. പ്രിയപ്പെട്ടവന് നിത്യശാന്തി ചൊല്ലും. പോർച്ചുഗൽ ദേശീയ ടീമിനായി 49 മത്സരങ്ങൾ കളിച്ച ജോട്ട എല്ലാ ടൂർണമെന്റുകളിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പരിക്കുകൾ പലപ്പോഴും വേട്ടയാടിയെങ്കിലും ഓരോ തിരിച്ചുവരവിലും കൂടുതൽ ശക്തനായി മാറുന്ന ജോട്ടയെയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. പോർച്ചുഗൽ അവസാനം നേടിയ നേഷൻസ് ലീഗ് കിരീടത്തിലും ജോട്ടയുടെ സാന്നിധ്യമുണ്ടായിരുന്നു, കഠിനാധ്വാനവും. ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന ടീമിൽ വമ്പൻ സംഘമാണ് അണിനിരക്കുക. ജാവോ ഫെലിക്സും റാഫേൽ ലിയാവോയും ഗോൺസാലോ റാമോസും ക്രിസ്ത്യാനോയും നയിക്കുന്ന അറ്റാക്കിംഗ് സംഘം. മധ്യനിരയിൽ ജാവോ നെവസും വിറ്റിന്യയും ബ്രൂണോ ഫെർണാണ്ടസും കരുത്തു പകരും. ഡിയേഗോ ഡാലറ്റും റൂബൻ ഡയസും നുനോ മെൻഡസും ഉൾപ്പെട്ട സംഘം പ്രതിരോധ കോട്ട കാക്കും. ഡിയേഗോ കോസ്റ്റ തന്നെയായിരിക്കും 1ാം നമ്പർ ഗോൾ കീപ്പർ. പോർച്ചുഗൽ ഈ ലോകകപ്പിന്റെ ഫേവറിറ്റുകളാണ്, ശേഷം അമേരിക്കയിൽ.